എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് സേമിയ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സേമിയ വെച്ചിട്ടുള്ള ഈ ഒരു 4 മണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സാധാരണ ഒരു ടീ കപ്പിൽ, അതായത് ഒരു കുഞ്ഞു കപ്പിൽ കേട്ടോ, ഇതുപോലുള്ളൊരു സേമിയ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പായസം വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള സേമിയ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ വറുത്ത സേമിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്ത സേമിയാണ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരു കപ്പിൽ കറക്റ്റ് ഒരു കപ്പോളം വരുന്ന സേമിയ. ഇനി ഇതേ സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ചൂടാവുന്ന സമയത്ത് നമ്മൾ ഏത് കപ്പിലാണോ സേമിയ അളന്നെടുത്തത് അതേ ഒരു സെയിം കപ്പിൽ തന്നെ ഏകദേശം ഒരു 3 ഗ്ലാസോളം വരുന്ന സാധാരണ വെള്ളവും കൂടി നമുക്ക് ഇതിലോട്ടങ്ങൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സേമിയ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കാൻ വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. കറക്റ്റ് ഒരു 3/4 പരുവത്തോളം നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ സേമിയ ഒരുപാട് അങ്ങ് വെന്ത് കുഴയുന്ന പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് സേമിയക്ക് ഒരു 3 ഗ്ലാസോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു സേമിയക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏകദേശം 1 ടീസ്പൂണോളം വരുന്ന ഓയിലും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സേമിയ അങ്ങോട്ട് ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പോളം സേമിയ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു സേമിയ ഇത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന പോലെ ആയി പോകരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രം നമുക്ക് സേമിയ വേവിച്ചെടുത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സേമിയ അത്യാവശ്യം ഒരു 1/4 ഭാഗത്തോളം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലായി പോകാൻ പാടില്ല. എന്നാലും നമുക്ക് ആ ഒരു സേമിയ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. ആ ഒരു രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സേമിയയിൽ കംപ്ലീറ്റ് വെള്ളവും നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് കംപ്ലീറ്റ് സേമിയ ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സേമിയയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പശപ്പശൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് സാധാരണ തണുത്ത വെള്ളം, ഐസ് വാട്ടർ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, സാധാരണ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു സേമിയയിൽ എന്തെങ്കിലും പശപ്പശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് മാറിക്കിട്ടിക്കോളും. ഇനി മറ്റൊരു പാത്രത്തിൽ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു 3 മുതൽ 4 പച്ചമുളക് വരെ എടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാടായി പോകണ്ട. കാരണം നമ്മൾ ഓൾറെഡി സേമിയ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം വരുന്ന നല്ല എരിവുള്ള മുളക് കൂടിയും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/4 ടേബിൾ സ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തോളൂ. മല്ലിയില ചേർക്കുന്ന സമയത്ത് നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന റവ കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സേമിയ അളന്നെടുത്തിട്ടുള്ള അതേ ഒരു കപ്പിൽ തന്നെ ഏകദേശം ഒരു 1/4 കപ്പോളം വരുന്ന കടലമാവാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്കിന് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് കടലമാവും അതേപോലെ സേമിയാണ്. അപ്പോൾ 1/4 കപ്പോളം വരുന്ന കടലമാവും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളം മാറ്റാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം കൂടി മറ്റൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് ബലം കൊടുക്കണ്ട, പതുക്കെ പതുക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം സാധാരണ വെള്ളവും ചേർത്തിട്ട് നമ്മൾ സാധാരണ പക്കുവടയ്ക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ പതുക്കെ ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക.
അപ്പോഴേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. കറക്റ്റ് ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസായി പോയിരുന്ന സമയത്ത് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് സെപ്പറേറ്റ് ആയി പോകും. അതുകൊണ്ട് കറക്റ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നമുക്ക് കുറച്ചായിട്ട് മാവ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടോ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ എങ്ങനെ ഇട്ടിരുന്നാലും നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എങ്കിലേ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് വലുപ്പത്തിൽ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉള്ളൊട്ടും വേവുകയില്ല, പുറമെ നമുക്ക് അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി ഇത് ഏകദേശം ഒന്നായി തോന്നിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ ഇതുപോലുള്ളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടീ ടൈം സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ സേമിയ വെച്ചിട്ട് സേമിയ ഉപ്പുമാവ് അല്ലാന്നുണ്ടെങ്കിൽ സേമിയ പായസമൊക്കെ അല്ലേ റെഡിയാക്കാറ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.